എക്കോ എന്ന ഫിലിം തിയേറ്ററിൽ പോയി കണ്ടു. നമ്മളൊരു സിനിമ കണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നില്ലേ, വാവ് ഒരു നല്ലൊരു സിനിമ കണ്ടെന്നൊന്നും തോന്നൂലേ. അതുപോലത്തെ ഒരു പെർഫെക്റ്റ് മൂവിയാണ് എക്കോ. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. നിങ്ങളൊരു മൂവി ലവർ ആണെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത് ഈ സിനിമ. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ മേക്കേഴ്സിന്റെ സിനിമയാണ്. അപ്പം നമ്മൾ എന്ത് പ്രതീക്ഷയാണോ ഈ സിനിമ കാണാൻ പോയത് അതിന്റെ ഡബിൾ ത്രിബിൾ ആയിട്ടാണ് ഇവർ ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. അപ്പോൾ ഈ സിനിമയുടെ ഒരു മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലെ പെർഫോമൻസുകളാണ്. അത് ഓരോരുത്തരുടെ പേരും എടുത്തെടുത്ത് പറയണം. സന്ദീപ് പ്രദീപാണ് ഈ സിനിമയിൽ നായകനായിട്ട് വന്നത്. ഗംഭീര പെർഫോമൻസ്. ആ ഒരു ക്യാരക്ടറിന്റെ ഓരോരോ ഷെയ്ഡുകളും ഒക്കെ നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. വിനീത്, ബിനു പപ്പു, അശോകൻ, നരേൻ, അപ്പൊ ഇവരെയൊക്കെ നമ്മൾ ആ സിനിമയിൽ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു ആക്ടേഴ്സിനെ കാണൂല. അവർ ആ ക്യാരക്ടറായിട്ട് ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു മലേഷ്യൻ ആക്ടേഴ്സ് ഉണ്ട്. അവരാണ് ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ചെറുപ്പകാലം ചെയ്തിരിക്കുന്ന ആക്ടേഴ്സ് ആയാലും വയസ്സായ അഭിനയിച്ചിരിക്കുന്ന ആക്ടേഴ്സ് ആയാലും അവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. കുര്യച്ചൻ എന്നൊരു കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാണ് ഈ സിനിമ പോകുന്നത്. ആ ഒരു ക്യാരക്ടറിനെ അവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന നല്ല രസമായിട്ടാണ്. ശരിക്കും നമ്മൾ കുര്യച്ചന്റെ ഒക്കെ ഫാനായി പോയി. അത്രയും ഒരു ഇമ്പാക്ട് കൊടുത്താണ് ഈ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോൾ ഇവരുടെ ഈ ക്യാരക്ടേഴ്സും അവരുടെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകില്ല. അത്രയും ഇമ്പാക്റ്റ് ആണ് ഇവരുടെ പെർഫോമൻസ് കൊണ്ട് ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെ പെർഫോമൻസ് പറഞ്ഞപ്പോൾ എടുത്തു പറയേണ്ടത് ഇതിൽ കുറെ പട്ടികളുണ്ട്. പട്ടികളാണ് ഈ സിനിമയിലെ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു ഓരോ സീനിലെയും ആ ഒരു പെർഫോമൻസ്, അപ്പോൾ ഇത്രയും നല്ല രീതിയിൽ ആ ഒരു ജീവികളെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് നല്ല രസമായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ മറ്റ് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ഷൻ, സ്റ്റോറി, ക്യാമറ വർക്ക്, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം കിടുവായിട്ട് വന്നിട്ടുണ്ട്. ദിൻജിത്ത് അയ്യത്താനാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബാഹുൽ രമേശാണ് കഥ, തിരക്കഥ, സംഭാഷണം, സിനിമാറ്റോഗ്രാഫി ഒക്കെ ചെയ്തിരിക്കുന്നത്. മുജീബ് മജീദാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത BGM, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്തൊരു BGM ആണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. അത് നമ്മളെ ശരിക്കും ക്ലൈമാക്സ് സീൻ കാണുമ്പോൾ നമുക്ക് ശരിക്കും രോമാഞ്ചം വരും. ഒരു ഗംഭീര സിനിമ, വേറെ ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ചായിട്ട്. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാം ഈ സിനിമ. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.